മൻസൂറെ സർ, എത്ര മണിക്ക് നമ്മൾ എത്തും? ഏകദേശം 1 മണിക്കൂറുണ്ട്. ഓക്കെ. എന്നെ വിളിക്കാൻ പറയണത്. ഇന്നൊരു മീറ്റിംഗ് ഉണ്ടല്ലോ അർജൻറ്റായിട്ട്. ഇന്നൊരു നമ്മുടെ ആൽഫ ആയിട്ടുള്ള അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ടോ? ഞാൻ ഐ വിൽ ബി ദെയർ അറ്റ് ഷാർപ്പ്. ഞാൻ ഇവിടെ കണ്ടു. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ഹലോ. ഹലോ ചേട്ടാ. ജെസ്സി. ചേച്ചി മക്കള് സുഖായിരിക്കുന്നോ? മോളെ മോൾക്കൊരു കല്യാണമൊക്കെ വന്നു. ഒരു മിനിറ്റ്. പറയും മോളെ. ചെറുക്കൻ തീർച്ചയായിട്ടും. ഓക്കെ. ഹലോ സി. ചേട്ടാ, എന്റെ ബ്രദറിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ബൈക്ക് ആക്സിഡന്റാ. എപ്പോ? ഇന്ന് വെളുപ്പിന് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ. ഇപ്പൊ ICUവിലാ. ഡോക്ടേഴ്സ് ഒന്നും പറയുന്നില്ല. എന്ത് തെറ്റ് ചെയ്തിട്ടാ ചേട്ടാ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? മോനെ, അമ്മ എന്തെടാ? അമ്മയ്ക്ക് കൊടുത്തേ. വേഗം ചെല്ല. ഇമ്പോർട്ടൻ്റാ. ഹലോ, വാട്സാ ജാസ്, ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട് കേട്ടോ. കാര്യം ഇതാണ്. ഞാനിപ്പോ തന്നെ മക്കളോട് പറയാം. അപ്പോ കേപ്പാ കേപ്പയുടെ എന്താണ് പ്രശ്നം? എന്തേ ഒരു കാര്യത്തെ ഞാൻ പറയാം. അതെ, വരുക. ഞങ്ങളങ്ങോട്ട് ഇറങ്ങി. അതെ, വരുക. ഇന്ന് 3 കൂട്ടരാണ് നമ്മുടെ പ്രാർത്ഥിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ലൂസി പറഞ്ഞ ബിന്നു, മഞ്ജുനൊന്ന് പ്രാർത്ഥിക്കണം. അതെ, ഇപ്പം ഡെലിവറി നടക്കാൻ പോലെ. പിന്നെ വളരെ സീരിയസ് അല്ലേ, ആക്സിഡൻ്റ് ആയിട്ട് ഇതല്ല, ICUലാന്ന് പറഞ്ഞില്ലേ. ജെസ്സി വിളിച്ചിരുന്നു. അവൻ
അവരുടെ കൊച്ചിൻ്റെ കല്യാണമാണത്. ഓക്കെ. അപ്പോൾ അത് സമർപ്പിച്ചു. അതൊന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഈ ഇൻറ്റൻഷൻസ് ഒക്കെ വെച്ച് കൊണ്ടുവരുന്നതാണ്. ഓക്കെ. എന്നോട് കൊന്തയല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ആ ഇൻറ്റൻഷൻസ് എല്ലാം വെച്ചിട്ട് കൊന്തയല്ല. ഓക്കെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അളവില്ലാത്ത സ്ഥലം നല്ല സ്വരൂപനായിരിക്കുന്ന സർവീശ്വര കർത്താവേ, എളിയൊരു നന്നേറ്റ പാപികളുമായി ഞങ്ങൾ നിസ്സീമപ്രതാപവാൻ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ യോഗ്യരായിരിക്കുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിസ്ഥിതി മാതാവിൻ്റെ സ്തുതിക്കായി ജോമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുവിശാലും ഞാൻ വിശ്വസിക്കുന്നു. പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയസ് പീലാത്തോസിന്റെ ചില ഫോൺ കോളുകൾ, ചില പരിചയപ്പെടലുകൾ, അതിൽ അത്യാവശ്യമെന്ന് തോന്നുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ സമയം കണ്ടെത്തി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന അതിലൂടെ സമ്പത്തിനേക്കാൾ വിലമതിക്കാനാവാത്ത സമ്മാനമാണ് ദൈവം ഞങ്ങൾക്ക് നൽകിയത്, അവൻ്റെ സമാധാനം. ഞാൻ മാർട്ടിൻ. ഏറെ നാൾ ഞങ്ങൾ ഖത്തറിലായിരുന്നു. ബിസിനസ് പാതി വഴിയിൽ ഉപേക്ഷിച്ച് തിരിച്ച് നാട്ടിലേക്ക് വരാൻ ദൈവം ഇടയാക്കി. ഇപ്പോൾ പുതിയ ജീവിതായോധന മാർഗങ്ങളിലേക്ക് ചുവടുവെച്ച് തുടങ്ങിയിരിക്കുന്നു. ആഴത്തിലേക്ക് വലയിറക്കുവാൻ ഈശോയുടെ സ്വരവും കാത്തിരിക്കുന്നു. ഈശോയെ, എൻ്റെ നാവിനെ വിശുദ്ധീകരിക്കണമേ. സദ്വചനം കൊണ്ട് എൻ്റെ നാവിനെ നീ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ദാമ്പത്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് 21 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഈ കല്യാണം തന്നെ നടക്കുന്നത്, ഞാൻ ബഹറിലായിരുന്നപ്പോൾ ഒരു ദിവസം എൻ്റെ അപ്പച്ചൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, മോനെ, നിൻ്റെ കല്യാണം ഏപ്രിൽ 8 ഫിക്സ് ചെയ്തു. ഞാൻ ചോദിക്കുന്നുണ്ട്, അപ്പച്ച പെണ്ണിനെ കാണണ്ടേ, പെണ്ണെന്തുവരെ പഠിച്ച് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ഒന്നും നീ അറിയണ്ട. കാരണം ഞാനും നിൻ്റെ ഒരു ചേട്ടൻ റോയും കൂടി അവിടെ ചെന്നപ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് ആ വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ തോന്നിയുകൊണ്ട് ഞങ്ങൾ വാക്ക് കൊടുത്തു, 7-ാം തീയതി നിൻ്റെ കല്യാണമാണ്, നീ വരണം. ഒരു ഫോട്ടോ പോലും കാണാതെയാണ് ഈ കല്യാണത്തിന് ഞാൻ വാക്ക് കൊടുത്തത്. കാരണം എൻ്റെ അപ്പനും അമ്മയിലോടും അത്രമാത്രം വിശ്വാസമായിരുന്നു എനിക്ക്. അപ്പം വളരെ ആകാംക്ഷയോടു കൂടെ തന്നെയാണ് ഞാനതിനെ നേരിട്ടത്. അന്ന് ആദ്യമായി കണ്ടപ്പോൾ പെട്ടെന്നൊരു വെപ്രാളമൊക്കെ തോന്നിയെങ്കിലും കാണാതെ അറിയാതെ സംസാരിക്കാതെയൊക്കെ കല്യാണം കഴിക്കാൻ പോയപ്പോൾ, കല്യാണം കഴിക്കാൻ സമ്മതിച്ചപ്പോഴൊക്കെ അന്ന് അപ്പച്ചൻ പറഞ്ഞൊരു വാക്ക് എൻ്റെ ഹൃദയത്തിൽ കിടക്കുകയാണ്. പരിശുദ്ധാത്മാവ് ആ കുടുംബത്തിലുണ്ടായിരുന്നു, പരിശുദ്ധാത്മാവ് നിന്നിൽ നിറഞ്ഞു നിന്നിരുന്നൊരു വാക്ക് പറഞ്ഞിരുന്നു. ആ ഒരു ചിന്തയാണ് ആ കല്യാണം അങ്ങനെ അവസാനിക്കുന്നത്. അന്ന് ഞാൻ കല്യാണം കഴിച്ച ആ ദിവസം രാത്രിയിൽ അമ്മച്ചി ബൈബിളും ഒരു കപ്പ് പാലായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ, നിൻ്റെ ദാമ്പത്യം ആരംഭിക്കേണ്ടത് ബൈബിളിലൂടെയാണ്, സുവിശേഷത്തിലൂടെയാണ്. പക്ഷെ നീ വായിക്കേണ്ടത് തോബിത്തിൻ്റെ ബുക്കിൽ 8-ാം അധ്യായത്തിൽ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു തന്നു, ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്തിലല്ല, നിഷ്കളങ്കമായ പ്രേമത്തിലാണ്. അപ്പോൾ ജാസ്മിൻ ഏറ്റു പറയണം, ആമേൻ. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും അന്ന് രാത്രി മുട്ടുകുത്തി, ഞങ്ങളുടെ ദാമ്പത്യം ആരംഭിക്കുന്നതിന് മുമ്പ് മുട്ടുകുത്തി ഇന്ന് ഈ പ്രാർത്ഥന ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ജാസ്മിൻ ആമേൻ ആമേൻ എന്ന് ഏറ്റു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇന്നും സത്യം പറഞ്ഞാൽ ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കണം ദാമ്പത്യമൊക്കെ ശക്തമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ദാമ്പത്യം ഇത്ര നന്നായിട്ട് പോകുന്നത് അതുകൊണ്ടായിരിക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് പ്രയാസങ്ങളും പരിഭവങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാലും അതിൽ നിന്നൊക്കെ മാറി ചിന്തിച്ച് നന്നായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും നമ്മുടെ ജീവൻ തുടങ്ങേണ്ടത് ഒരു ബൈബിൾ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ സുവിശേഷ അടിസ്ഥാനമാക്കിയുള്ള ഒരു ജീവിതമായിരിക്കും. ജാസ്മിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. ഞാൻ എന്ത് പറഞ്ഞാലും അതിനെ പോസിറ്റീവായിട്ട് കൊണ്ട് നിർത്തി ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ അനുഗ്രഹം നമ്മളൊരു അനുഗ്രഹമാക്കി മാറ്റാനുള്ള ഒരു പ്രത്യേക കൃപ ദൈവം ജാസ്മിന് കൊടുത്തിട്ടുണ്ട്. അതൊരു ദാമ്പത്യത്തിലെ ഏറ്റവും വലിയ ഒരു കൃപയായിട്ട് ഞാൻ കാണുകയാണ്. കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും അത് പോസിറ്റീവായിട്ട് പറയുക, ആ പോസിറ്റീവ് പറഞ്ഞ് അതൊരു അനുഗ്രഹമായി മാറുക, നമ്മൾ തന്നെ ഒരു അനുഗ്രഹമായി മാറാനുള്ള വലിയ കൃപയാണ് അത്. അതെനിക്ക് ഞങ്ങളുടെ ഈ ദാമ്പത്യത്തിൽ 21 വർഷത്തിൽ എനിക്ക് ഏറ്റവും എടുത്ത് പറയത്തക്ക ഒരു എക്സ്പീരിയൻസാണ്. ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ് ജാസ്മിനായിട്ടുള്ള എൻ്റെ ഒരു അത് ഏറ്റവും വലിയൊരു കൃപയായിട്ട് ഞാൻ കാണുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ 21 വർഷം വെച്ചാൽ രാവിലെ ഞാൻ ഓഫീസിൽ പോകുമ്പോൾ എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഉമ്മ വെച്ചാണ് എന്നെ ഓഫീസിലേക്ക് വിടുന്നത്. എല്ലാ ദിവസവും രാത്രി ഞാൻ കിടക്കുമ്പോൾ ജാസ്മിൻ്റെ തലയിൽ കൈവച്ച് ഞാനൊരു അനുഗ്രഹിച്ച പ്രാർത്ഥനയുണ്ട്. സംഖ്യ 6 ആ വചനം, മേ ദ ലോർഡ് ബ്ലസ് യു ആൻഡ് കീപ് യു. May the Lord make his face shine upon you and be gracious to you. May the Lord lift up his countenance and give peace. ഈ പ്രാർത്ഥന ഞാൻ ദിവസവും മുടങ്ങാതെ ചെയ്യുന്നത്. ദൈവം ജാസ്മിനെ അനുഗ്രഹിക്കുകയും അതിന് മലയാളത്തിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ ഈ അനുഗ്രഹം കൊടുത്ത് അപ്പോൾ ഈ അനുഗ്രഹത്തിൽ വളരുന്നതുകൊണ്ട് പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ബഹളമൊന്നും ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ആരും വിശ്വസിക്കത്തില്ല. ജാസ്മിനായിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ ബഹളം ഒച്ചയൊക്കെ വെക്കും, പക്ഷേ ജാസ്മിൻ്റെ വായിൽ നിന്ന് ഒരു നെഗറ്റീവായിട്ട് ഇന്നുവരെ കണ്ടിട്ടില്ല. ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബാംഗങ്ങൾ, ഞങ്ങൾ 10 മക്കളാണ്. ഈ 10 മക്കളിൽ ഒരാളും കണ്ടിട്ടില്ല. അതാണ് ഒരു കൃപ. അതെനിക്ക് തോന്നുന്നത് അപ്പച്ചൻ കണ്ടെത്തിയ ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു പെൺകുട്ടിയെ കണ്ടെന്ന് അപ്പച്ചൻ പറഞ്ഞത് ഈ ദാമ്പത്യം ഇവിടെയാണ് ഇപ്പം എനിക്ക് അനർത്ഥമാകുന്നത്. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. സേവ്യർ, ജെറോം ആൻഡ് കേപ്പ പീറ്റർ. ഈ 3 കുഞ്ഞുങ്ങളുണ്ടായപ്പോഴും ഞങ്ങൾ ഓരോ വചനം എടുത്തിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ഇനിയിപ്പം നിങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങളുണ്ടായപ്പോൾ വചനം എടുത്തില്ലെന്ന് കരുതി വിഷമിക്കണ്ട. അതിപ്പോഴാണെങ്കിലും എടുത്ത് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷെ ഞങ്ങൾ 3 വചനങ്ങൾ ആ ജനിച്ചപ്പോൾ തന്നെ 3 വചനങ്ങളെടുത്ത് അതിനകത്ത് എൻ്റെ മൂത്ത മകന് കിട്ടിയ വചനം എന്ന് പറയുന്നത്, കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായ കിരീടമായിരിക്കും, നിൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ രാജകീയ മോടവും, നിൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ രാജകീയമായ മകുടവും. പിന്നെ ജെറോമിന് കിട്ടിയത്, മകനെ എൻ്റെ വാക്ക് ശ്രദ്ധിക്കുക, എൻ്റെ മൊഴികൾക്ക് ചെവി തരിക, അവ നിൻ്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ. സുഭാഷിതങ്ങൾ 4-ാം അധ്യായത്തിൽ നിന്ന്. കേപ്പയ്ക്ക് ഹെബ്രായർ 6, നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അബ്രഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്ന് ഈ വാഗ്ദാനം പ്രാപിച്ചു. ഈ 3 വചനവും, ഈ 3 കുട്ടികൾക്ക് കിട്ടിയ 3 വചനവും എല്ലാ ദിവസവും ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇത് ചൊല്ലിക്കാറുണ്ട്. ഇത് ചൊല്ലുമ്പം 3 പേർക്ക് ബോധ്യമുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ അവർക്ക് ബോധ്യം കിട്ടിയില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ബോധ്യം ഉണ്ടാവും. നീ കർത്താവിൻ്റെ കയ്യിൽ മനോഹരമായ കിരീടമാണെന്ന് അവന് ബോധ്യപ്പെട്ട് കഴിയുമ്പം ശരിയായിട്ടും അവന് നല്ല രീതിയിൽ അവന് വരാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ദാമ്പത്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, എൻ്റെ ജീവിതത്തിലെ ദാമ്പത്യത്തെക്കുറിച്ച് പറയുമ്പോൾ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളൊരു വചനം എടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ, ജനിച്ചപ്പോൾ എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇന്ന് മുതൽ പ്രാർത്ഥിച്ചിട്ട് ഒരു വചനം എടുത്തിട്ട് ആ വചനം അവരായിട്ട് എല്ലാ ദിവസവും ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അവരുടെ ഭാവിക്കും ഒരു സുവിശേഷാത്മകമായിട്ടുള്ള ഒരു ജീവിതത്തിന് ഈ വചനം വലിയ മുതൽക്കൂട്ടായിരിക്കും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
നമുക്ക് ദൈവങ്ങളെടുത്ത് പ്രാർത്ഥിക്കാം. ഈശോനാഥ, അനു ജോസിൻ്റെ മൈഗ്രെയിൻ, ജോണിയുടെ ബിസിനസ്സിലെ തകർച്ച, ലെനയുടെ കേൾവി പ്രശ്നം, ആൻ്റണിയുടെ വിലത്തിൻ്റെ കേസ്, ജോസഫിൻ്റെ കടബാധ്യതയും സ്കിൻ അലർജിയും, അലീനയുടെയും കൂട്ടുകാരുടെയും IAS പ്രിപ്പറേഷനും അവരുടെ എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. കർത്താവെ, ദാനമായി കിട്ടിയ തുഷാര, ഷാലി പ്രിൻസ്, മഞ്ജു, മോളി പോളി, ലാവണ്യ, റഫീഖിൻ്റെ മകള്, കർത്താവ് ഇവരുടെ ഉദരത്തെ നീ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഗർഭിണിയായിരിക്കുന്ന ഈ 6 മക്കളെയും അങ്ങയുടെ കയ്യിൽ സമർപ്പിക്കുന്ന യേശുനാഥ, കർത്താവേ, നിൻ്റെ ഉദരഫലം ദാനമാണെന്ന് അവരെ മനസ്സിലാക്കാത്ത വിധത്തിൽ അവരെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി. യേശുവേ, ഞങ്ങളുടെ ഈ വിഷയങ്ങളെയൊക്കെ അങ്ങേക്ക് സമർപ്പിക്കുന്ന യേശുനാഥ, യേശുവേ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു ഭാര്യയുടെ അനുഗ്രഹം മേടിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കഴിഞ്ഞ 21 വർഷമായിട്ട് എൻ്റെ ദാമ്പത്യം ഇത്ര മനോഹരമായി പോകാൻ ഒരു കാരണം എൻ്റെ ഭാര്യയുടെ മുന്നിൽ ഞാൻ അനുഗ്രഹത്തിനായി തലകുനിക്കുമ്പോഴാണ്. അപ്പം ഭാര്യയുടെ മുന്നിൽ തലകുനിച്ചുകൊണ്ട് ഒന്നും ചെറുതാകത്തൊന്നുമില്ല. ദേ ഈശോൻ്റെ രക്തത്താൽ ഞാൻ മനസ്സിനെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവെ, ഇന്നത്തെ ദിവസം മുഴുവൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്നത്തെ എല്ലാ പ്രവൃത്തികളും അങ്ങയുടെ ഹിതപ്രകാരം നയിക്കണമേ. യാത്രകളിലും കൂടെ ഉണ്ടായിരിക്കണമേ. ഇന്ന് കണ്ടുമുട്ടുന്നവരോട് സ്നേഹത്തിലും സമാധാനത്തിലും വർദ്ധിക്കുവാനായിട്ട് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്താലും വിവേകത്താലും നിറയ്ക്കണമേ. ആമേൻ. ഒരു ഭാര്യയുടെ അനുഗ്രഹം ഭർത്താവിന് അടിത്തറയാണ്. ഞങ്ങൾ പരസ്പരം അനുഗ്രഹിക്കുന്ന കാര്യം പറഞ്ഞു. പക്ഷേ ഇത് കണ്ട് വളർന്ന എൻ്റെ 3 മക്കളും അവർ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അനുഗ്രഹം വാങ്ങിച്ചിട്ടും രാത്രി കിടക്കാൻ പോകുന്നത് എത്ര രാത്രിയായാലും എത്ര ടയേർഡായാലും അവർ വരുമ്പോൾ ഞാൻ തന്നെ അതിശയിക്കാറുണ്ട്. ഇത് എന്തുകൊണ്ടാണ് അവർ വന്ന് ഈ അനുഗ്രഹം ഈ പകലും രാത്രിയും മേടിക്കുന്നത്? കാരണം അവർ നമ്മളെ വാച്ച് ചെയ്യാറുണ്ട്. ഒരു പേരൻസ് എന്ന നിലയിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവരുടെ കണ്ണുകൾ, അവർ ചിലപ്പോൾ കളിക്കുകയായിരിക്കാം, പഠിക്കുകയായിരിക്കാം, മറ്റു പല കാര്യങ്ങളിൽ ഏർപ്പെടുന്നെങ്കിൽ പോലും അവരുടെ കണ്ണുകൾ നമ്മളെ വീക്ഷിക്കുന്നുണ്ട്. ഒരു പേരൻ്റ് എന്ന നിലയിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ദാമ്പത്യത്തിൻ്റെ ഏറ്റവും കാതലായ കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതെൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിൽ നിന്ന് കിട്ടിയതാണ്. കാരണം അവരെല്ലാ ദിവസവും വിശുദ്ധ ബലിക്ക് പങ്കെടുക്കാറുണ്ടായിരുന്നു. അവിടുന്ന് കിട്ടിയ ആ ഒരു പ്രകാശം അതെൻ്റെ ജീവിതത്തിലും ഞാൻ പകർത്തിയിരുന്നു. ഞാനും ജാസ്മിനും ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞ് ജനിക്കുമ്പോൾ ഞങ്ങൾ ഖത്തറിലായിരുന്നു. അന്ന് ഞങ്ങളവിടെ ചെല്ലുമ്പോൾ അവിടെ വിശുദ്ധ ബലി ഇല്ലായിരുന്നു. എല്ലാ ദിവസവും വിശുദ്ധ ബലികൾ ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു. ഏതാണ്ട് ഒരു 10 ദിവസത്തിന് ശേഷം എനിക്ക് അത്ഭുതം എന്ന ഒരു ചെറിയ ഒരു ഷെഡിൽ വിശുദ്ധ ബലി ആരംഭിച്ചു. അന്നു മുതൽ ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 19 വർഷമായിട്ടൊക്കെ വേണേൽ പറയാം, ഒരു ദിവസം പോലും ബലി മുടങ്ങാതെ ഞങ്ങൾ ബലിക്ക് പോകുമായിരുന്നു. എല്ലാ ദിവസവും ബലിയർപ്പിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ചോദിച്ചേക്കാം, ഇയാൾക്ക് എന്താ അസുഖമൊന്നും ഉണ്ടാകത്തില്ലേ? അസൗകര്യങ്ങളില്ലേ? തീർച്ചയായിട്ടും അസൗകര്യങ്ങളുണ്ട്, അസുഖങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് പ്രാർത്ഥിക്കും. ഒരു 3 മണിക്കൂറെങ്കിലും ഞങ്ങൾക്ക് ബലിയർപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ അസൗകര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി നിർത്താൻ ഞങ്ങൾ പ്രാർത്ഥിക്കും. അത് തീർച്ചയായിട്ടും ദൈവം അതിനൊരു വഴിയൊരുക്കും. ദാമ്പത്യത്തിൽ ഞാൻ ഏറ്റവും വിശ്വസിക്കുന്നത് ബലിയർപ്പണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും കാതലായിട്ടുള്ള ഒരു കാര്യമാണെന്ന് തന്നെയാണ്
ഞാനും ജാസ്മിനും എൻ്റെ 3 മക്കളും വിശ്വസിക്കുന്നത്. ജോലി സംബന്ധമായ പല മീറ്റിങ്ങുകളിലും അല്ല തിരക്കുകളിലൊക്കെ ഉണ്ടായിട്ടും പലപ്പോഴും പല കാര്യങ്ങൾ, ചില ഡിസിഷൻസ് അല്ലെങ്കിൽ ഇറങ്ങിപ്പോകാൻ പറ്റാത്ത അവസരങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ ഒരു തീരുമാനമെടുക്കും, ബലിയിൽ പങ്കുകൊള്ളുക, കാണുകയല്ല, ബലിയിൽ പങ്കുകൊള്ളുക. അതിനുവേണ്ടി സമയം മാറ്റിവെച്ച് ജീവിതത്തെ ക്രമീകരിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ദാമ്പത്യവും നിങ്ങളുടെ ജീവിതവും എന്ത് തകർച്ച വന്നാലും ഒക്കെ ആ ദാമ്പത്യത്തെ ശക്തിപ്പെടുത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനിപ്പോൾ ചാത്തനാട് ഇടവക വികാരിയാണ്, ആലപ്പുഴ രൂപതയിൽപ്പെട്ട. ഈ ഇടവകയിലെ ഒരു അനുഗ്രഹീതമായ കുടുംബത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ധ്യാനിക്കുന്നത്. വളരെ മനോഹരമായൊരു ഭവനമാണിത്, വലിയൊരു ഭവനമാണ്. ദൈവം വളരെയധികം സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും അനുഗ്രഹിച്ച വളർത്തിയ ഒരു കുടുംബം തന്നെയാണ്. എന്നാൽ ഈ ഭവനത്തിലുള്ളവർ സമ്പത്തായിട്ട് കാണുന്നത് ക്രിസ്തുവിനെ എന്തുമാത്രം തങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റി എന്നുള്ളതാണ്. ദൈവം എന്തുമാത്രം വലുതാക്കാൻ ആഗ്രഹിക്കുന്നു, എന്തുമാത്രം ഉയർത്തുന്നുവോ, എന്തുമാത്രം അനുഗ്രഹിച്ചിട്ടുണ്ടോ അതിനൊക്കെ ഇരട്ടിയായിട്ട് എന്തുമാത്രം എളിമപ്പെടാനായിട്ട് പറ്റുമോ അതേ രീതിയിൽ ഏറ്റവും എളിയ ചിന്തയോടുകൂടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ഗന്ധമാണ് ഈ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാവുക. ഈ കുടുംബനാഥൻ മാർട്ടിൻ ചേട്ടൻ നമ്മളുടെ 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന മതാധ്യാപകൻ കൂടെയാണ്. എല്ലാ ദിവസവും കുടുംബസമേതം വിശുദ്ധ ബലി അർപ്പിക്കുന്ന കുടുംബം. എല്ലാ ദിവസവും വിശുദ്ധ ഗ്രന്ഥത്തെ, തിരുവചനത്തെ ധ്യാനിക്കുന്ന ഒരു കുടുംബം. എങ്ങനെ മറ്റുള്ളവർക്ക് ക്രിസ്തുവായി തീരാം എന്നുള്ളതാണ് തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുന്ന ഇവരുടെ മനസ്സ്. ഈ കുടുംബത്തെയാണ് നമ്മൾ ഇന്ന് ജനമധ്യത്തിൽ എടുത്തുയർത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. ചില ദീപങ്ങൾ അങ്ങനെ തന്നെ ആകണ്ടേ, അത് കട്ടിനടിയിൽ വയ്ക്കാനുള്ളതല്ല, അത് പീഠത്തിന്മേൽ എടുത്തുയർത്തി വെക്കാനുള്ളതാണ്. അത് അനേകർക്ക് വെളിച്ചമായി മാറേണ്ടതാണ്. അപ്പോൾ കൂടുതൽ മനുഷ്യരെ പ്രകാശിപ്പിക്കുവാനായി ഈ കുടുംബത്തെ, മാട്ടൻ ചേട്ടൻ്റെയും കുടുംബത്തെയും നമുക്ക് പീഠത്തിന്മേൽ എടുത്തു വയ്ക്കേണ്ടതുണ്ട്. ആ കുടുംബം നമ്മെ പ്രകാശിപ്പിക്കും. ഞാൻ എൻ്റെ മക്കളെ സേവ്യറിനെയും ജെറോമിനെയും പീറ്ററിനെയും അനുഗ്രഹിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഇവർക്ക് ബുദ്ധിയും വിവേകവും ജ്ഞാനവും നൽകണമേ. മറ്റുള്ളവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും സഹായിക്കാനുള്ള കൃപ കൊടുക്കണമേ. ദൈവഭയത്തിലും ദൈവഭക്തിയിലും എല്ലാറ്റിനുപരി ദൈവവിശുദ്ധിയിലും വളരാൻ ഇവരെ അനുഗ്രഹിക്കണമേ. ഒരപ്പൻ എന്ന അധികാരത്തിൽ ഞാൻ എൻ്റെ മകൻ സേവ്യറിനെയും പീറ്ററിനെയും ജെറോമിനെയും അനുഗ്രഹിക്കുന്നു. എല്ലാ ക്രിസ്മസിനും ഞങ്ങളൊരു ഗിഫ്റ്റ് കർത്താവിന് കൊടുക്കും. അതുപോലെ തന്നെ ഒരു ഗിഫ്റ്റ് കർത്താവിനോട് ചോദിക്കുമായിരുന്നു. ഒരു 2011 ഡിസംബറിലെ ക്രിസ്മസിൽ ഞങ്ങൾ ചോദിച്ച ഗിഫ്റ്റാണ് കേപ്പ. ഞങ്ങൾ കൊടുക്കുന്ന ഗിഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ചെറിയ കൊച്ചു അതായത് ഇപ്പം സേവ്യർ പറയും അവൻ ചോക്ലേറ്റ് ഉപേക്ഷിക്കുന്നു, അവൻ പറയും കേക്ക് ഞാൻ കഴിക്കത്തില്ല 1 വർഷത്തേക്ക്. അങ്ങനെ കുഞ്ഞു ഗിഫ്റ്റുകളൊക്കെ ഇവർ കൊടുക്കും. ഇപ്പം ഞാനാണ് പറയും ഒരു മുഴുവനും ബൈബിൾ വായിച്ചുകൊള്ളാം. ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുമായിരുന്നു. ആ ക്രിസ്മസിന് ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരു ഗിഫ്റ്റായിരുന്നു കേപ്പ. കേപ്പയുടെ ജനനം അന്ന് അടുത്ത ക്രിസ്മസിന് മുമ്പ് തന്നെ കേപ്പ ഞങ്ങൾക്കുണ്ടായി. ഈ കേപ്പയുടെ ജനനം ഉണ്ടല്ലോ, ഞങ്ങൾ പ്രത്യേകം ഒരുങ്ങുകയായിരുന്നു. അതായത് ശരിക്കും ഈ കേപ്പയുടെ ജനനത്തിൽ ഞങ്ങളുടെ 2 പേരുടെ മാത്രമല്ല, ആക്ച്വലി എൻ്റെ ഈ 2 മക്കളും സേവ്യറും ജെറോമും
ഒരു പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. ജാസ്മിൻ്റെ വയറ്റിൽ തൊട്ടിട്ട് ഒരു പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അതിശയമൊക്കെ തോന്നുമായിരിക്കാം. പക്ഷേ എന്നാലും അവരത് 9 മാസവും ഇങ്ങനെ ചൊല്ലി. ജനിക്കാൻ പോകുന്ന കേപ്പയാണെന്ന് അപ്പോൾ പറയുന്നിട്ട് അതൊരു ആൺകുട്ടിയാണ്, കേപ്പയാണെന്നൊക്കെ പറഞ്ഞ് അത് വിശ്വസിച്ചുകൊണ്ട് അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച് ഈ കൂദാശകളൊക്കെ ഞങ്ങൾ സ്വീകരിച്ചു. എല്ലാ ആഴ്ചയിലും എന്നെ അവിടുത്തെ വികാരി പീറ്ററച്ചൻ ജാസ്മിനെ എല്ലാ ആഴ്ചയിലും ബ്ലെസ് ചെയ്യുമായിരുന്നു. അതൊരു അതിശയം എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ആ ദിവസം പ്രസവിക്കുന്ന ദിവസം, ഇവനെ പ്രസവിക്കുന്ന ദിവസം, അന്നത്തെ ദിവസം കുമ്പസാരിച്ച് ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവനെ പ്രസവിക്കുമെന്ന് എന്നെ വിളിച്ച് പറയണം, ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റ് തരുമെന്ന്. ഇവനെ പ്രസവിച്ച ഉടനെ ഞാനത് അച്ഛനെ അറിയിക്കുകയും ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞ് അച്ഛൻ അവിടെ വരികയും ആ അറബികളുടെ ഇടയിൽ ഒരുപാട് മുസ്ലിം ആൾക്കാരുടെ ഇടയിൽ അച്ഛൻ വരികയും അച്ഛൻ എല്ലാവരുടെ മുന്നിൽ ഒച്ചത്തിൽ, ഞാൻ തന്നെ ഭയപ്പെട്ടു, എത്ര ഒച്ചത്തിൽ ആരെങ്കിലും കംപ്ലൈൻറ്റ്. അച്ഛൻ ഒച്ചത്തിൽ പറഞ്ഞ്, മാട്ടിൻ്റെ വിശ്വാസം ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനു ഭയപ്പെടണം, എൻ്റെ ഒച്ച എന്തിനു കുറയ്ക്കണം എന്ന് പറഞ്ഞു. അച്ഛൻ ഒച്ചത്തിൽ ഐ ബാപ്റ്റൈസ് യു ഇൻ ദ നെയിം ഓഫ് ഫാദർ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ് അച്ഛൻ പറയുന്നത് കേട്ടിട്ട് ഇപ്പോഴും എനിക്ക് അതൊരു കോരിത്തരിച്ച് അത്രമാത്രം എനിക്കത് ഫീൽ ചെയ്തു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. ജനിച്ച് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇവനെ ആ ജ്ഞാനസ്ഥാനം കൂദാശ സ്വീകരിക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും വിശുദ്ധ ബലിയർപ്പണത്തിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങളിതിനെ വിശ്വസിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഫലമായി സ്വർഗം തന്ന അനുഗ്രഹങ്ങൾ എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹീതമായ ആ നിമിഷങ്ങൾ സാക്ഷ്യമായി നിങ്ങളോട് പങ്കുവെക്കണമെന്ന് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നു. ഞങ്ങളിത് സാക്ഷ്യപ്പെടുത്തുവാൻ നാളെ വരും. നിങ്ങളുണ്ടാവണം.